മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിന് ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കേസിൽ SIT അറസ്റ്റ് ചെയ്ത ശ്രീകുമാറിന് കഴിഞ്ഞ 29-ന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ജാമ്യത്തിന് പുറത്തിറങ്ങിയിരിക്കുന്ന ശ്രീകുമാറിന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി എന്തായാലും ഇപ്പോൾ എസ് ശ്രീകുമാറിന് കൂടി ഇഡിയുടെ ഭാഗത്തു നിന്ന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇഡിയുടെ പക്കൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസിൽ SIT അറസ്റ്റ് ചെയ്ത ശ്രീകുമാറിന് കഴിഞ്ഞ 29-നായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള കാലയളവിലായിരുന്നു എന്തായാലും ശ്രീകുമാറിനടക്കം ജാമ്യം കോടതി അനുവദിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ശ്രീകുമാറിന് ഇഡി ഓഫീസിൽ ഹാജരാകാൻ എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തിരുന്നു ഇഡി. ഇതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇഡിയുടെ നടന്നുകൊണ്ടിരുന്ന ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്കുണ്ടായിരുന്ന ഇടപാടുകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നു എന്ന കാര്യത്തിലായിരുന്നു ഇഡിയുടെ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഈ ശ്രീകുമാറിനും ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എന്തായാലും ഇഡി നോട്ടീസ് നൽകിയത്. പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്താനും അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു പ്രതികൾ നടത്തിയ പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനും വേണ്ടിയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ശ്രീകുമാറിനും ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്.